പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് ആണ് പറയുന്നത്. ദാറ്റ് ഈസ് ഫ്ലോയം അൺലോഡിങ്. ഫ്ലോയം അൺലോഡിങ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. അപ്പോൾ ഓൾറെഡി ഫ്ലോയം ലോഡ് ചെയ്ത സാധനം ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഇറക്കണം. സുക്രോസ് കൊണ്ടുപോയി ഇറക്കി കഴിയുമ്പോൾ അത് സ്റ്റാർച്ച് ആവും. അതൊക്കെ നമുക്കറിയാം. അപ്പൊ അൺലോഡിങ് എന്ന് പറയുന്നത് ഫ്ലോയം ഇങ്ങനെ ഫുഡ് മീസോഫിൽ സെല്ലിൽ നിന്ന് എടുത്തിട്ട് മറ്റ് പല ഭാഗത്തേക്കും എന്തായി കൊണ്ടുപോകുന്നു? പ്ലാസ്മോഡെസ്മാറ്റ് വഴി അല്ലെങ്കിൽ സിംപ്ലാസ്റ്റിക് വഴി അപ്പോപ്ലാസ്റ്റിക് വഴി കൊണ്ടുപോകുന്നു. എന്നിട്ട് അത് ഒരു സ്ഥലത്ത് കൊണ്ട് ഇറക്കി വെക്കണം അല്ലെങ്കിൽ അൺലോഡ് ചെയ്യണം. ദാറ്റ് കൺസെപ്റ്റ് ഈസ് കോൾഡ് ഫ്ലോയം അൺലോഡിങ്. ഇറ്റ് ഒക്കേഴ്സ് ഇൻ ദ കൺസംഷൻ എൻഡ് ഓർ സിങ്ക്. കൺസംഷൻ എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കുന്ന സ്ഥലത്ത് കൊണ്ട് ഇറക്കും. ഇപ്പൊ തളിപ്പറമ്പ് നിന്ന് ലോഡ് കയറ്റി ആവശ്യക്കാർക്ക് സാധനം എവിടെ ഇറക്കുന്നത്? ആലക്കോടാണ്. സോ ആലക്കോട് ഈസ് എ സിങ്ക്, തളിപ്പറമ്പ് ഈസ് എ സോഴ്സ്. അപ്പൊ ഇത് ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോകുന്നതാണ് ഫ്ലോയം ലോഡിങ്. അവിടെ കൊണ്ടുപോയി ഇറക്കുന്നതാണ് ഫ്ലോയം അൺലോഡിങ്. ആ കൺസെപ്റ്റ് മനസ്സിലുണ്ടാവണം. ഇറ്റ് ഒക്കേഴ്സ് ഇൻ ദ കൺസംഷൻ ആൻഡ് ഓർ സിങ്ക് ഓർഗൻ സച്ച് ആസ് ഡെവലപ്പിംഗ് റൂട്ടിൽ അല്പം കൊണ്ടുപോയി ഇറക്കി കൊടുക്കും, ട്യൂബേഴ്സിൽ ഇറക്കി കൊടുക്കും. റിപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ, ഒരിപ്പോ ലീഫിന്റെ അറ്റത്ത് മാങ്ങ ഉണ്ടാവുന്നത് എങ്ങനെയാണ്? ലീഫിൽ നിന്ന് മാങ്ങയിലേക്ക് സ്റ്റാർച്ച് കൊണ്ടുവരുന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് സ്റ്റാർച്ചിന് പുളി ഉണ്ടാവുന്നത്. പിന്നീട് പഴുക്കുമ്പോഴാണ് മധുരമുണ്ടാവുന്നത്. അത് നമ്മൾ ഫ്രൂട്ട് റൈപ്പനിങ് ഫിസിയോളജിയിൽ പറയും. ഷുഗർ മൂവ് ഫ്രം സീവ് ട്യൂബ്സ് ടു റിസീവർ സെൽ ഇൻ ദ സിങ്ക് ഇൻവോൾവിംഗ് ഫോളോയിങ് സ്റ്റെപ്പ്. ഈ ഫ്ലോയം അൺലോഡിങ്ങിന് 3 പ്രധാനപ്പെട്ട കൺസെപ്റ്റ് ഉണ്ട്. ദാറ്റ് കൺസെപ്റ്റ് വി വിൽ ഡിസ്കസ്. ഒന്ന്, സീവ് എലമെന്റ് അൺലോഡിങ്. ഫസ്റ്റ് തന്നെ സീവ് എലമെന്റ് എങ്ങനെയാണ് അൺലോഡ് ചെയ്യുന്നത്? ഇൻ ദിസ് പ്രോസസ് ഷുഗേഴ്സ് ഇമ്പോർട്ടഡ് ഫ്രം ദ സോഴ്സ് ലീവ് സീവ് എലമെന്റ്സ് ഓഫ് സിങ്ക് ടിഷ്യൂ. അപ്പൊ സിങ്ക് ടിഷ്യൂസിന്റെ അടുത്ത് പോയിട്ട് സീവ് എലമെന്റ് അവിടെ ലോഡ് ഇറക്കും. ദെൻ ഷോർട്ട് ഡിസ്റ്റൻസ് ട്രാൻസ്പോർട്ട്, തൊട്ടടുത്ത് തന്നെ. ഇപ്പൊ ലീഫിന്റെ തൊട്ടടുത്ത് മാങ്ങ ഉണ്ടെങ്കിൽ മാങ്ങിന്റെ അടുത്ത് വെക്കും. ദ ഷുഗർ ആർ നൗ ട്രാൻസ്പോർട്ടഡ് ടു ദ സെൽ in sync by short distance pathway which has also been called as post sieve element transport. പോസ്റ്റ് സീവ് എലമെന്റ് വളരെ പെട്ടെന്ന് തന്നെ തൊട്ടടുത്ത സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന മെക്കാനിസത്തിനെയാണ് പോസ്റ്റ് സീവ് എലമെന്റ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. Then storage, another important, storage metabolism. Finally, sugars are stored or metabolized in the cell of the sink. അവസാനം ഈ പറയുന്ന സിങ്കിൽ എത്തിയിരിക്കുന്ന ഫുഡ് മെറ്റബോളിസത്തിന് വിധേയമാവുന്ന രീതിയിലുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട്. അതായത് ഇപ്പൊ നമ്മൾ സ്റ്റാർച്ച് കൊണ്ടുവന്നു ഒരു മാങ്ങയിൽ കൊണ്ടുപോയി ഇറക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും മാങ്ങയുടെ മെറ്റബോളിക് ചേഞ്ച് ഉണ്ടാവും. പല മെറ്റബോളിക് ചേഞ്ച് ഉണ്ടാവും. അപ്പം ഫസ്റ്റ് തന്നെ അത് പുളിയാണ്, അതിനുശേഷം അത് മധുരമാവുന്നത്. ദാറ്റ് ഈസ് കോൾഡ് മെറ്റബോളിക് പ്രോസസ്. അങ്ങനെ അത്തരത്തിലുള്ള പ്രോസസ് കൂടിയും ഫ്ലോയം അൺലോഡിങ്ങിന്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്നു. സോ ഫ്ലോയം അൺലോഡിങ് ഈസ് നത്തിങ് ബട്ട് ഈസ് ദ അൺലോഡിങ് ഓഫ് ദ ഷുഗേഴ്സ്, ദാറ്റ് ഈസ് സുക്രോസ്, ട്രാൻസ്പോർട്ടഡ് ത്രൂ ദ ഫ്ലോയം ലോഡിങ് and finally they are released or get downloaded into a particular sink. Sink is the area where it is utilized. See, ഇത് ഈ പറയുന്ന പ്രോസസ്സും പ്രധാനപ്പെട്ട ചില കൺസെപ്റ്റിലൂടെയാണ് പോവുക. ഫ്ലോയം അൺലോഡിങ്ങും അപ്പോപ്ലാസ്റ്റിക് പാത്വേ വഴി പോകും. അപ്പോപ്ലാസ്റ്റിക് തന്നെ 3 സ്റ്റെപ്പ് ഉണ്ട്. ഓക്കെ, അതിൽ അത്ര ഡീറ്റെയിലേക്ക് നമ്മൾ പോകുന്നില്ല. ജസ്റ്റ് അപ്പോപ്ലാസ്റ്റിക് വഴിയാണ് പലപ്പോഴും ഇത് അൺലോഡ് ചെയ്യുന്നത് മാത്രം ഒന്ന് ഓർത്ത് നോക്കുക. ഇനി നമ്മൾ പറയാനുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് എന്താണ്? മാസ് ഫ്ലോ ഹൈപ്പോത്തിസിസ്. ഓൾറെഡി നമ്മൾ ഈ കൺസെപ്റ്റ് പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവിടെ അതിനൊരു സിഗ്നിഫിക്കൻസ് ഉണ്ട്. നമ്മൾ അതിന് പറയാം മഞ്ച് ഫ്ലോ ഹൈപ്പോത്തിസിസ് എന്നാണ്. നമ്മൾ ഓൾറെഡി ട്രാൻസ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ കൺസെപ്റ്റ് ഇവിടെയും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദ മാസ് ഫ്ലോ ഓർ പ്രഷർ തിയറി വാസ് ഫസ്റ്റ് പ്രപ്പോസ്ഡ് ബൈ മഞ്ച്. അതുകൊണ്ട് ഇതിനെ മഞ്ച് ഫ്ലോ ഹൈപ്പോത്തിസിസ് എന്ന് പറയും. later elaborated by Crafts. ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് എലാബറേറ്റ് ചെയ്ത സയന്റിസ്റ്റ് ആണ് ക്രാഫ്റ്റ്സ്. According to this theory, ഈ തിയറി പ്രകാരം പറയുന്നത് organic solutes are translocated en masse through the sieve tube from the source, that is leaves, to the storage sites, root, fruit and tubers. അപ്പൊ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഫ്ലോയം ലോഡിംഗ് അൺലോഡിംഗ് സമയത്ത് ഈ കൺസെപ്റ്റ് വളരെ പ്രസക്തമാണ്. അതുകൊണ്ടാണ് നമ്മൾ മഞ്ച് ഫ്ലോ ഹൈപ്പോത്തിസിസ് ഇവിടെ പഠിക്കുന്നതും. കാരണം ചിലപ്പോൾ പരീക്ഷയ്ക്ക് അത് മാത്രമായിരിക്കും ചോദിക്കുക. എന്താണ് മഞ്ച് ഫ്ലോ ഹൈപ്പോത്തിസിന്റെ പ്രധാനപ്പെട്ട കണ്ടന്റ്? നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ ലീഫ്. ഈ ലീഫിൽ നിന്ന് നമുക്കറിയാം ഷുഗർ മോളിക്യൂൾ ഉണ്ട്. ആ ഷുഗർ മോളിക്യൂൾ ഈ പ്ലാന്റിന്റെ ടിപ്പിലേക്ക് പോവാം, താഴോട്ട് വരാം, പല ഭാഗത്തോട്ട് പോവാം. അപ്പൊ നോക്കൂ നിങ്ങൾ, ഷുഗർ ലീവ്സ് ട്യൂബ്സ്, വാട്ടർ ഫ്ലോ ബൈ ഓസ്മോസിസ്. ഈ പറയുന്ന ഷുഗർ ലീഫിൽ നിന്ന് വാട്ടറിന്റെ പ്രസൻസ് കൊണ്ട് സ്റ്റെമ്മിന്റെ പല ഭാഗത്തേക്കും പോകുന്നു. ഷുഗർ എൻഡ് സീവ് ട്യൂബ്സ്, വാട്ടർ ഫ്ലോ ബൈ ഓസ്മോസിസ്. സ്വാഭാവികമായിട്ടും ഷുഗർ പോകുന്നത് എങ്ങനെയാണ്? വെള്ളത്തിന്റെ പ്രസൻസിൽ ഓസ്മോസിസ് വഴിയാണ്. ഓക്കെ, ഷുഗർ സൊല്യൂഷൻ ഫ്ലോ ടു റീജിയൻ ഓഫ് ലോ ട്രിഗർ പ്രഷർ ടു റീജിയൻ ഓഫ് ഹയർ ട്രിഗർ പ്രഷർ. ഷുഗർ ലീവ്സ് സീവ് ട്യൂബ്സ് ഫ്രം മെറ്റബോളിക് ആൻഡ് സ്റ്റോറേജ്, വാട്ടർ ഫ്ലോ ബൈ ഓസ്മോസിസ്. ചുരുക്കി പറഞ്ഞാല് നമ്മൾ എങ്ങനെയാണ് ട്രാൻസ്ലോക്കേറ്റ് ചെയ്യുന്നത്? ഇപ്പൊ നമ്മൾ ചോറ് നമ്മൾ വയറിലേക്ക് ഇറങ്ങുന്നത് പലപ്പോഴും വെള്ളത്തിന്റെ പ്രസൻസ് ആണെന്ന് പറയാറുണ്ട് അല്ലെ? ചോറിലും കുറച്ച് വെള്ളമുണ്ട്, നമ്മൾ അറിയാതെ കുറച്ച് വെള്ളം കുടിക്കുകയും ചെയ്യും.
ഉമിനീര് വഴി പോകും. അപ്പൊ എപ്പോഴും ഈ ഷുഗർ എന്ന് പറയുന്നത് ഒരു കെമിക്കൽ പോലത്തെ ഒരു സബ്സ്റ്റൻസ് ആണല്ലോ. അതിന് ഫ്ലോ ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? വെള്ളം വേണം എന്നാണ് പറയുന്നത്. അപ്പം വെള്ളത്തിന്റെ പ്രസൻസിലാണ് ഈ പറയുന്ന ട്രാൻസ്പോർട്ട് നടക്കുന്നത്. എന്തൊക്കെ പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് ആണ് ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? റേറ്റ് ഓഫ് ട്രാൻസ്ലൊക്കേഷൻ ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. ട്രാൻസ്ലൊക്കേഷന്റെ റേറ്റ് കൂടുന്നതനുസരിച്ച് സ്വാഭാവികമായിട്ടും ടെമ്പറേച്ചറും കൂടും. Then light translocation of root increases as compared in shoot when light intensity increases. Light കൂടുന്ന സമയത്ത് photosynthesis കൂടും, അതിന്റെ ഭാഗമായിട്ട് ഇഷ്ടംപോലെ ഫുഡ് ട്രാൻസ്പോർട്ട് ചെയ്യും. കാർബോഹൈഡ്രേറ്റ് ട്രാൻസ്ലോക്കേഷൻ ഗെറ്റ് ഇൻഹിബിറ്റഡ് ബൈ മെറ്റബോളിക് ഇൻഹിബിറ്റേഴ്സ്. കാർബോഹൈഡ്രേറ്റ്സ് അതായത് സുക്രോസ് ഒക്കെ ചിലപ്പോൾ ട്രാൻസ്പോർട്ട് ചെയ്യും, ചിലപ്പോൾ ഇൻഹിബിഷൻ ഉണ്ടാവും. സ്വാഭാവികമായിട്ടും ആ ഇൻഹിബിഷന്റെ ഈ പല രീതിയിലുള്ള ഫാക്ടേഴ്സും ഇതിനെ ബാധിക്കുന്നുണ്ട്. Then absorption and translocation of sucrose by a leaf are facilitated by boron. അത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു പോയിന്റ് ആണ്. പലപ്പോഴും ഒബ്ജക്റ്റീവ് ലെവലിൽ ചോദിക്കും. ബോറോൺ എന്ന് പറയുന്ന കെമിക്കൽ പലപ്പോഴും നമ്മൾ ഈ പറയുന്ന ട്രാൻസ്പോർട്ടിനെ സഹായിക്കുന്നു. ട്രാൻസ്ലൊക്കേഷൻ ഓഫ് സുക്രോസ് ഈസ് മച്ച് മോർ എഫിഷ്യന്റ് ഇൻ പ്രസൻസ് ഓഫ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ്. പലപ്പോഴും ഗ്രോത്ത് റെഗുലേറ്റേഴ്സിന്റെ പ്രസൻസിൽ ട്രാൻസ്പോർട്ട് വളരെ നന്നായിട്ട് നടക്കാറുണ്ട്. സോ ദിസ് ആർ ദ ഇമ്പോർട്ടന്റ് ഫാക്ടേഴ്സ് വിച്ച് ഇൻഫ്ലുവൻസ് ദ ട്രാൻസ്പോർട്ട് ഓഫ് ഫുഡ് മെറ്റീരിയൽ. ഓക്കെ, എന്താണ് പ്രഷർ ഫ്ലോ ഹൈപ്പോത്തിസിസ്? മഞ്ച് ഫ്ലോ ഓർ പ്രഷർ ഫ്ലോ ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞാൽ നമുക്കൊന്നുമില്ല. ഇത് നമുക്കറിയാം, കോൺസെൻട്രേറ്റഡ് ആയിരിക്കുന്ന ലീഫാണ്. ലീഫിൽ ഇഷ്ടംപോലെ ഫുഡ് ഉണ്ട്. ഇത് ആവശ്യമുള്ള സ്ഥലമാണ്. ഇവിടെ കമ്പാരിറ്റീവ്ലി ഫുഡ് കുറവാണ്. നോക്കിയാൽ നിങ്ങൾ ഈ ഡോട്ടിന്റെ എണ്ണം അങ്ങോട്ട് വരുമ്പോൾ കുറഞ്ഞു വരുന്നു. ആ കുറവാണ് എന്ത്? കോൺസെൻട്രേഷൻ കൂടുതലുള്ള സ്ഥലത്ത് നിന്ന്, അതായത് സ്റ്റാർച്ച് കൂടുതലുള്ള സ്ഥലത്ത് നിന്ന് താഴോട്ട് ഇങ്ങനെ വരുന്ന ഒരു പ്രോസസ്സാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇത് ഈ മഞ്ഞ കളറുള്ളത് കംപ്ലീറ്റ് ലീഫിലെ ഷുഗർ ആണ്. ഇത് പ്ലാന്റിന്റെ പല ഭാഗവുമാണ്. അപ്പൊ ഇതിനൊരു ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ആണ് ഈ കാണിക്കുന്നത്. എന്താണ് മഞ്ച് ഫ്ലോ ഹൈപ്പോത്തിസിസ്? ഒന്നുമില്ല, നമ്മൾ ജസ്റ്റ് ഇതൊന്ന് വായിക്കുന്നതാണ് നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതേണ്ടത്. ദ മാസ് ഫ്ലോ ഹൈപ്പോത്തിസിസ് ഫോർ ട്രാൻസ്ലൊക്കേഷൻ ഓഫ് ഓർഗാനിക് സോൾവെന്റ് ഇൻ പ്ലാന്റ് വാസ് ഗിവൺ ബൈ മഞ്ച്. മഞ്ച് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ് ഇത് ആദ്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തത്. അക്കോർഡിംഗ്ലി ദ ട്രാൻസ്പോർട്ട് ഓഫ് ഫുഡ് ടേക്ക് പ്ലേസ് ത്രൂ ഫ്ലോയം അലോങ് ദ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ്. ഈ പറയുന്ന ട്രാൻസ്പോർട്ട് കോൺസെൻട്രേഷന്റെ ബേസിലാണ്, ഫ്ലോ ആയിട്ടാണ് ഇത് മൂവ് ചെയ്യുന്നത്. ഓർഗാനിക് ഫുഡ് ഈസ് മാനുഫാക്ചർഡ് ഇൻ ദ മീസോഫിൽ സെൽ ഓഫ് ദ ലീഫ്. ഓർഗാനിക് ഫുഡ് മീസോഫിൽ ലീഫിലാണ് ഉണ്ടാവുന്നത്. അതൊക്കെ നമുക്കറിയുന്ന പോയിന്റ് ആണ്. ദിസ് ഇൻക്രീസ് ദ ഓസ്മോട്ടിക് പ്രഷർ ഓഫ് ദി സെൽ. ഇത് സ്വാഭാവികമായിട്ടും ഓസ്മോട്ടിക് പ്രഷർ കൂട്ടുന്നു. ഡ്യൂ ടു ദ ഇൻക്രീസ് ഇൻ ഓസ്മോട്ടിക് പ്രഷർ, വാട്ടർ ഫ്രം ദ സൈലം എലമെന്റ് ആൻഡ് നൈബറിംഗ് സെൽ എൻറ്റേഴ്സ് ദി സെൽ, ദിസ് റൈസിംഗ് ടർഗർ പ്രഷർ. സ്വാഭാവികമായിട്ടും ആവശ്യത്തിനനുസരിച്ച് ടർഗർ പ്രഷർ കൂടും. This forces some of dissolved food from this cell into the sieve tubes, the cell of the root and storage organ after utilizing the food. സ്വാഭാവികമായിട്ടും അങ്ങനെ ഫുഡ് വെള്ളത്തിന്റെ പ്രസൻസിൽ പല ഭാഗത്തോട്ടും പോകും. അത് ആവശ്യമുള്ള സിങ്ക് എന്ന് പറയുന്ന റൂട്ടും ഫ്രൂട്ടും ഒക്കെ അത് ഉപയോഗിക്കുന്നു. This create a turgor pressure gradient between the leaf and other cell. Turgor pressure എന്ന് വെച്ചാൽ എന്താണ്? നമുക്കറിയാം, ടർജിഡിറ്റി എന്ന് പറഞ്ഞാൽ വെള്ളം കൂടുമ്പോഴാണ് സെല്ല് വലുതാവുക, വെള്ളം കുറയുമ്പം സെല്ല് ചുരുക്കും. അപ്പൊ സെല്ലിന്റെ ഉള്ളിൽ വെള്ളം കയറുന്നതനുസരിച്ച് ഫ്ലോ കൂടും എന്നതാണ് കൺസെപ്റ്റ്. ഇതേപോലെ ഈ ട്രാൻസ്പോർട്ട് നടക്കുന്ന സമയത്ത് ഈ പറയുന്ന ഫ്ലോയത്തിന്റെ ഉള്ളിലൂടെയും ഇഷ്ടംപോലെ വെള്ളത്തിന്റെ പ്രസൻസിൽ ഫുഡ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. This create a turgor pressure gradient between the leaf and other cell. Because of this, movement of water containing dissolved organic food takes place from the upper end to the lower end of the plant through phloem. The leaf is described as the source and the root is described as the sink. ലീഫിനെ സോഴ്സ് ആയിട്ടും റൂട്ടിനെ സിങ്ക് ആയിട്ടുമായിട്ട് കാണുന്നത്. ഓക്കെ, ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്രിറ്റിസിസം വന്നിരിക്കുന്നത്, മേജർ ക്രിറ്റിസിസം അഗൈൻസ്റ്റ് ദിസ് തിയറി ഡസ് നോട്ട് എക്സ്പ്ലെയിൻ ദ സൈഡ് വേ ട്രാൻസ്ലൊക്കേഷൻ ദാറ്റ് ടേക്സ് പ്ലേസ് ഫ്രം ദ ഫ്ലോയം ടു ദ പെരിഫറി ഓഫ് ദ സ്റ്റെം. ഇത് പലപ്പോഴും ഒരു വൺ ഡയറക്ഷൻ ഫ്ലോ ആണ് എക്സ്പ്ലെയിൻ ചെയ്തത്. പലപ്പോഴും സൈഡിലോട്ട് എങ്ങനെയാണ് ഫുഡ് പോകുന്നതിനെ കുറിച്ച് ഇത് പറഞ്ഞിട്ടില്ലായിരുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഡ്രോബാക്ക്. അപ്പൊ മഞ്ച് ഫ്ലോ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മളൊരു ലീഫിനെയും റൂട്ടിനെയും കണക്ട് ചെയ്തുകൊണ്ട് വാട്ടറിന്റെ പ്രസൻസിൽ ലീഫിൽ സിന്തസൈസ് ചെയ്യപ്പെട്ടിരിക്കുന്ന സ്റ്റാർച്ച് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു എന്ന്. അത് കോൺസെൻട്രേഷന്റെ ബേസിലാണ്. കൂടുതൽ ഫുഡ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ട്രാൻസ്പോർട്ട് നടക്കും. അതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ മാവിന്റെ ഇലയുള്ള മാവിലാണ് ഏറ്റവും കൂടുതൽ മാങ്ങ ഉണ്ടാവുക. കാരണം മാവിന്റെ ഇലയിൽ ഇഷ്ടംപോലെ ഫോട്ടോസിന്തസിസ് നടന്ന് അവിടെ ഒരുപാട് ഷുഗർ ഉണ്ടാക്കുന്നു. ആ ഷുഗർ ആണ് മാങ്ങയിൽ സ്റ്റോർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. ദാറ്റ് കൺസെപ്റ്റ് ഈസ് കോൾഡ് മഞ്ച് ഫ്ലോ ഹൈപ്പോത്തിസിസ്. ഇനി വേറൊരു ചെറിയ പോയിന്റ് ഉണ്ട്, ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം, വാട്ട് ഈസ് അസിമുലേറ്റ് പാർട്ടീഷനിങ്? അസിമുലേറ്റ് പാർട്ടീഷനിങ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. അസിമുലേറ്റ് എന്ന് പറഞ്ഞാൽ ഫോട്ടോസിന്തസിസ് വഴി ഉണ്ടാക്കപ്പെട്ടിരിക്കുന്ന പ്രൊഡക്റ്റ് ആണ് അസിമുലേറ്റ്. അത് പല സ്ഥലത്തോട്ടും പാർട്ടീഷൻ ചെയ്യുന്നതിനാണ് അസിമുലേറ്റ് പാർട്ടീഷനിങ് എന്ന് പറയാം. അതായത് ഒരു എക്സാമ്പിൾ, ഞാനിത് വായിക്കുന്നില്ല, വായിച്ചാൽ നിങ്ങൾ കൺഫ്യൂഷൻ ആവുന്നതുകൊണ്ട്
ലീഫിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഫുഡ് സ്റ്റെമ്മിലേക്ക് പോവും, റൂട്ടിലേക്ക് പോവും, ഫ്രൂട്ടിലേക്ക് പോവും. പാർട്ടീഷൻ എന്ന് പറഞ്ഞാൽ അതാണ്. ഇപ്പൊ നമ്മുടെ റൂം പാർട്ടീഷൻ ചെയ്യുന്ന എങ്ങനെ, കിച്ചൺ, അതേപോലെ ഡൈനിങ് ഹാൾ, ബെഡ്റൂം എന്ന് പറയും പോലെ തന്നെ ഒരു സ്ഥലത്തിന് നമ്മൾ പാർട്ടീഷൻ ചെയ്യണം. അതേപോലെ തന്നെ ഫുഡിനെ പാർട്ടീഷൻ ചെയ്യുകയാണെങ്കിൽ ആ ഫുഡ് പല ഭാഗത്തേക്കും ട്രാൻസ്പോർട്ട് ചെയ്തു പോകുന്നു. ദാറ്റ് പാർട്ടീഷനിങ് ഈസ് കോൾഡ് അസിമിലേറ്റ് പാർട്ടീഷനിങ്. ഇവിടെ ഒരു പോയിന്റ് മാത്രം പറയാൻ, സി ദ ലാസ്റ്റ് വൺ, ദിസ് ഡിഫറൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫോട്ടോ അസിമിലേറ്റ്. ഫോട്ടോ അസിമിലേറ്റ് എന്ന് പറഞ്ഞാൽ ഫോട്ടോസിന്തസിസ് വഴി ഉണ്ടാക്കപ്പെട്ടിരിക്കുന്ന പ്രൊഡക്റ്റ് ആണ് ഫോട്ടോ അസിമിലേറ്റ് ഇൻ ഡിഫറെന്റ് സിങ്ക്. ഓരോന്നും ഓരോ സിങ്ക് ആണ്. റൂട്ട് ഒരു സിങ്ക് ആണ്, ഫ്രൂട്ട് ഒരു സിങ്ക് ആണ്, സ്റ്റെം ഒരു സിങ്ക് ആണ്. അങ്ങനെ പലതരത്തിലോട്ടുള്ള സിങ്കിലേക്ക് സുക്രോസ് എന്ന് പറയുന്ന എലമെന്റ് ആയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട കാർബോഹൈഡ്രേറ്റ് ട്രാൻസ്പോർട്ട് ചെയ്ത് പാർട്ടീഷൻ ചെയ്ത് മാറുന്ന പ്രോസസ്സിനെയാണ് അസിമിലേറ്റ് പാർട്ടീഷനിങ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞു. What are the important factors? Already ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. Which depends upon assimilate partitioning, competition, sink and tissue for available. ഇപ്പൊ ചില സമയത്ത് ഒരാൾ വരുന്ന സമയത്ത് കൂടുതലും സ്റ്റെം തന്നെ വാങ്ങിക്കളയും, റൂട്ടിലേക്ക് കൊടുക്കൂല. ദാറ്റ് ഈസ് കോമ്പറ്റീഷൻ. ഫോട്ടോസിന്തസിസ് ആൻഡ് സിങ്ക് ഡിമാൻഡ്. നന്നായിട്ട് ഫോട്ടോസിന്തസിസ് നടക്കണം, അതിനനുസരിച്ച് സിങ്കിന് ആവശ്യക്കാരുണ്ടാവണം. ഫുഡ് ഉണ്ടാക്കിയപ്പോൾ ഒരു ആവശ്യക്കാരുണ്ടാവണം. ലോങ് ഡിസ്റ്റൻസ് സിഗ്നൽ ബിറ്റ്വീൻ സോഴ്സ് ആൻഡ് സിങ്ക്. ലോങ് ഡിസ്റ്റൻസ് കമ്പാരിറ്റീവ്ലി അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറണം. ടർഗർ പ്രഷർ വേണം. ദെൻ ഫൈറ്റോ ഹോർമോൺ, ഹോർമോണിന്റെ ഇൻഫ്ലുവൻസ് വേണം. സോ നമ്മൾ ഇന്ന് പറഞ്ഞ ഒരുപാട് ടോപ്പിക് പറഞ്ഞു. എന്താണ് ഫ്ലോയം അൺലോഡിങ്, എന്താണ് മഞ്ച് ഫ്ലോ ഹൈപ്പോത്തിസിസ്, എന്താണ് അസിമിലേറ്റ് പാർട്ടീഷനിങ്. വളരെ സിമ്പിൾ ആയിരിക്കുന്ന പോയിന്റ് ആണ്. 1 മാർക്കിന് 2 മാർക്കിനൊക്കെ ചോദിക്കുന്നതാണ്. സിലബസിൽ ഡയറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടില്ല, എന്നിരുന്നാൽ പോലും പലപ്പോഴും ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഇത്രയാണ് നമുക്ക് ഫോട്ടോസിന്തസിസിൽ പഠിക്കാനുള്ളത്. ഒരുപാട് ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നോട്ട് തരും. നോട്ട് പഠിച്ചിട്ട് അടുത്ത ചൊവ്വാഴ്ച ഈ 2 hours നമ്മുടെ എക്സാം ആയിരിക്കും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് വിഷസ്.